ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്നത്തെ ഒരു ബോഡി പാക്ക് ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ സ്ക്രബ്ബർ യൂസ് ചെയ്യില്ല. സാധാരണ നമ്മുടെ മേലെ വരയ്ക്കുന്ന സ്ക്രബ്ബറിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിന് പകരം ഞാൻ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ്, വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഐറ്റം നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അല്പം തിക്കായിട്ട് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ 10 മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ കൈ ഒന്ന് വാഷ് ചെയ്ത് വന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ സ്കിൻ. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചുവന്ന പരിപ്പാണ് കേട്ടോ, മസൂർ ദാൽ. അത് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ചെറുപയറാണ്, പാല്, ഒരല്പം കോഫി പൗഡർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെറുപയർ മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ട് അതിലേക്ക് ഇതിൽ വെള്ളം ഇല്ലാതെ നമ്മുടെ മസൂർ ദാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ നമ്മുടെ ചെറുപയറും മസൂർ ദാലും പാലിൽ മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഒത്തിരി തരികളുണ്ട്. തരികൾ പറഞ്ഞാൽ ചെറിയ തരികളുണ്ട് നമ്മുടെ ചെറുപയർ ഫസ്റ്റ് പൊടിച്ചെടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇതുപോലെ കൂട്ടിയിട്ട് നമ്മൾ ഫേസിൽ ഒരിക്കലും അപ്ലൈ ചെയ്തിട്ടോ. കാരണം ഒത്തിരി തരികൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഡാമേജ് ആയി പോകും. നമ്മുടെ ഫേസിന്റെ സ്കിന്ന് ഡാമേജ് ആയി പോകും. അതുകൊണ്ടാണ് ഫേസിൽ ഇത് അപ്ലൈ ചെയ്തതെന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറുപയറും മസൂർ ദാലും ഒരുപോലെ തന്നെ തലേ ദിവസം കുതിർത്തെടുത്തതിന് ശേഷം പാലിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നാലും നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ്. പിന്നെ ഒത്തിരി സ്ക്രബിങ് ടൈപ്പില് നമ്മുടെ ഫേസിൽ എപ്പോഴും സ്ക്രബ് ചെയ്യാൻ പാടില്ല. ഒരുപാട് സ്ക്രബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് വലിയുകയും ചെയ്യും. പെട്ടെന്ന് മുഖക്കുരു വരാനുള്ള സെൻസിറ്റീവായിട്ട് വരികയും ചെയ്യും. മുഖക്കുരു വരാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോഫി പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ കോഫി പൗഡർ ഇതിലേക്ക് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോ. പിന്നെ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റെങ്കിലും ഇത് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ മൊത്തം മസാജ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. മസാജ് ചെയ്യാന്ന് ഉദ്ദേശിച്ചത് സ്ക്രബ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. നമ്മൾ 2 കൈ യൂസ് ചെയ്തിട്ട് നമുക്ക് 2 കൈയിൽ ഒരുമിച്ച് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ കാലിലും നമ്മുടെ മുട്ടുകാലിന്റെ അവിടെ കാലിന്റെ ആംഗിളിന്റെ അവിടെയൊക്കെ നമുക്ക് ചെറുതായിട്ട് കറുപ്പ് വരും അല്ലെ, ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാവും. അല്ലെങ്കിൽ ചെരുപ്പ് ഇട്ടതിന്റെ പാടുകൾ ഉണ്ടാവും, ഡ്രസ്സ് വെയിൽ കൊണ്ടിട്ടുള്ള കറുപ്പ് പാടുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടായിരിക്കാം. അതൊക്കെ മാറി കിട്ടും കേട്ടോ ഇങ്ങനെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്പം തിക്കായിട്ട് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ ബോഡി മൊത്തം അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം മാത്രം കുളിച്ചു തുടങ്ങാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ കൈ ഒന്ന് വാഷ് ചെയ്ത് വന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ സ്കിന്ന്. ഒരുപാട് വെളുത്തിട്ട് പറയാനൊന്നല്ല കേട്ടോ നമ്മളിങ്ങനെ സ്ക്രബ്ബറും ഫേസിൽ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നതൊന്നും. നമുക്ക് ഓൾറെഡി ഉള്ള സ്കിന്നിന്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുറത്ത് പോയിട്ട് വെയിലൊക്കെ കൊണ്ടുവരുമ്പോൾ ടാൻ അടിച്ചിട്ടും അതുപോലെ പൊടി പടലങ്ങളൊക്കെ കയറിയിട്ടും നമ്മുടെ സ്കിന്നിന് ഒരുപാടായിട്ട് ഡാമേജ് ആവാറുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് മാറ്റി സ്കിന്ന് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഒരിക്കലും ഒരുപാട് മറ്റുള്ളവരുടെ പോലെ വെളുത്തിട്ട് പാറുന്നെന്ന് വിചാരിക്കരുത്. നമുക്ക് നോർമൽ ആയിട്ടൊരു കളർ ഉണ്ടാവും. ആ കളറിലേക്ക് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പുകൾ മാത്രമാണ് ചെയ്യുന്നത്. ഇതും തന്നെ ഒരാൾക്ക് ഒന്നുകൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വേറെ കൊണ്ടായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. കാരണം എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സ്കിൻ ടൈപ്പ് ഉള്ള ആളുകളാണല്ലോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൊണ്ട് ചേർക്കാട്ടോ വേണമെങ്കിൽ. പിന്നെ ഇങ്ങനെയൊക്കെ പാക്കുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വിയർപ്പിന്റെ സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. നമുക്ക് വിയർപ്പിന്റെ സ്മെല്ല് ഉണ്ടാവും. ഒരുപാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളൊക്കെ ഒരേ ഡ്രസ്സ് തന്നെ ആയിരിക്കും ഇട്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം വരുമ്പോഴല്ലേ പിന്നെ അവർക്ക് കുളിക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് അത്രയും സമയം ഉണ്ടാവുന്ന വിയർപ്പിന്റെ സ്മെല്ല്, ഇറിറ്റേഷനൊക്കെ ഇങ്ങനെ പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട്
പാക്കുകളൊക്കെ യൂസ് ചെയ്ത് ഉപയോഗിച്ചിട്ട് കുളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറി കിട്ടും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.